Dear students, welcome to mathematics class. Today we are going to begin a new lesson, fourth lesson, identities. Okay. What is meant by identities, that I will tell you later. Before that, we have to go through some examples given in the textbook. Okay. The first one is product of sum. At first we will study product of sums. Okay. What is meant by product of sums? 3 into 5 is equal to 15. This is the product of two numbers. Okay. 3 plus 5 is equal to 8 is a sum. Okay. 2 plus 3 is equal to 5 is a sum. So product of sum means 3 plus 5 into 2 plus 3. Okay. This is a sum. Okay, this one also is a sum. Here into means product. Okay, so product of two sums. So we are going to study product of sums. Okay, if we get like this two sums and we want to find the product of those two sums, how to find the product, that is what we are going to study in the beginning. Okay, തുടക്കത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് product of sums ആണ്. Product of sums. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു റെക്റ്റാങ്കിൾ, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിരിക്കുന്നു. ഇതാണ് റെക്റ്റാങ്കിൾ. ഇറ്റ്സ് ലെങ്ത് ഈസ് 12 ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 7. And what is the area of this rectangle? We have studied the area of the rectangle is length into breadth. Okay, therefore 12 into 7. 12 into 7, that is 84. Okay, 84 is the area of that rectangle. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ലെങ്ത്ത് ഒരു 3 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 12 സെൻറ്റിമീറ്ററാണ്, ബ്രെഡ്ത്ത് 7 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ലെങ്ത്ത് ഒരു 3 സെൻറ്റിമീറ്ററും കൂടെ ഇൻക്രീസ് ചെയ്താൽ വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ഏരിയ? ഏരിയയിലുണ്ടാവുന്ന ഇൻക്രീസ് എന്താണ്? ഏരിയ എത്രമാത്രം കൂടും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്ററും കൂടെ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള റെക്റ്റാങ്കിൾ. 3 സെൻറ്റിമീറ്ററും കൂടെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രെഡ്ത്തിൽ ഒരു മാറ്റവുമില്ല. ബ്രെഡ്ത്ത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബ്രെഡ്ത്ത് 7 ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പുതിയ ഇൻക്രീസ് ഇൻ ഏരിയയിൽ വന്ന ഈ വർധനവ്, ഇൻക്രീസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടാൽ മതി. ദാറ്റ് ഈസ് 3 into 7, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. 3 into 7 ഈസ് ഈക്വൽ ടു 21. 21 ആണെന്ത്? ഏരിയയിൽ വന്ന ഇൻക്രീസ്. ഓക്കെ, 21 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ കൂടി എന്ന് മനസ്സിലാക്കും. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ആയി എന്ന് വിചാരിക്കാം. ബ്രെഡ്ത്ത് മാത്രം 2 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ആയി. ഇങ്ങനെയല്ല, ഈ ഭാഗം ഇൻക്രീസ് ആയില്ല. ആദ്യമുള്ള റെക്റ്റാങ്കിൾ ഇങ്ങനെ 12, 7, എന്നിട്ട് അതിൻ്റെ ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു. ഇതാണ് ബ്രെഡ്ത്ത്. ഇത് 2 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതാണ് ന്യൂ റെക്റ്റാങ്കിൾ. 2 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ഏരിയ? ഏരിയയിൽ വന്ന ഇൻക്രീസ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ബ്രെഡ്ത്ത് 2 ആണ്, ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് 12. ഓക്കെ, അപ്പോൾ 2 into 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിലുണ്ടായ ഇൻക്രീസ്. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന ഏരിയയേക്കാൾ എത്ര കൂടി? 24 സെൻറ്റിമീറ്റർ സ്ക്വയർ കൂടി. ആദ്യമുള്ള ഏരിയ എത്രയാണ്? 12 into 7. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? 84 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനേക്കാൾ എത്ര കൂടി? 24 സെൻറ്റിമീറ്റർ സ്ക്വയർ കൂടി. ആദ്യത്തെ കേസിൽ ഈ റെക്റ്റാങ്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ലെങ്ത്ത് മാത്രം 3 സെൻറ്റിമീറ്റർ കൂട്ടി.
അങ്ങനെയാകുമ്പോൾ ഇൻക്രീസ് ഇൻ ഏരിയയിൽ ആയ ഇൻക്രീസ് എത്രയാണ്? 21 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ കൂട്ടി, അപ്പോൾ ഏരിയയിൽ ഉണ്ടായ ഇൻക്രീസ് എത്രയാണ്? 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സംഭവിച്ചു എന്ന് വിചാരിക്കും. ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന റെക്റ്റാങ്കിൾ, 12ഉം 7ഉം ലെങ്ത്തും ബ്രെഡ്ത്തും. അതിനുശേഷം ഇത് കൂട്ടി, എത്ര കൂട്ടി? 3 സെൻറ്റിമീറ്റർ കൂട്ടി. അതേപോലെ ഇവിടെ ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ കൂട്ടി. ഇങ്ങനെ കൂട്ടി. അപ്പോൾ ഈ ഇൻക്രീസ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് 21 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇൻക്രീസ് ഉണ്ട്, അതാണ് ഇത്. പക്ഷേ ഇങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും രണ്ടും കൂടെ ഇൻക്രീസ് ആയപ്പോൾ, ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ആയി, ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ആയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഫിഗറിൻ്റെ ഷേപ്പ് നോക്കിയാൽ ഇറ്റ് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ അല്ല. ഓക്കെ, നേരത്തെ അവിടെ ലെങ്ത്ത് മാത്രം കൂടിയപ്പോൾ ഇതിൻ്റെ ഷേപ്പിൽ മാറ്റമൊന്നുമില്ല, ഇത് റെക്റ്റാങ്കിൾ. കുറച്ചും കൂടെ സൈസ് കൂടിയെന്നുള്ളൂ, ഇറ്റ്സ് എ റെക്റ്റാങ്കിൾ. ഇവിടെ അതേപോലെ നമ്മൾ ബ്രെഡ്ത്ത് അല്പം കൂട്ടിയപ്പോഴും സൈസിൽ മാറ്റം വന്നു, അല്ലാതെ ഷേപ്പിൽ വ്യത്യാസമില്ല. സ്റ്റിൽ ഇറ്റ് ഈസ് റെക്റ്റാങ്കിൾ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. എന്നാൽ ഇവിടേക്ക് വരിക, അതായത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് സംഭവിച്ചാൽ, ലെങ്ത്ത് കൂട്ടി ബ്രെഡ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. അപ്പോൾ അവിടെ റെക്റ്റാങ്കിളാക്കി മാറ്റണമെങ്കിൽ ഈ ഏരിയയിൽ നമ്മൾ ഒരു ചെറിയ റെക്റ്റാങ്കിൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. ഓക്കെ, ആ ഗ്യാപ്പിൽ വെച്ചെങ്കിൽ മാത്രമേ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് വരൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിൾ, ഒരു ചെറിയ റെക്റ്റാങ്കിൾ നമ്മളിവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദാറ്റ് റെക്റ്റാങ്കിൾ? ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ ഇവിടെ നമുക്ക് 2 എന്ന് എഴുതാം. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ദീസ് 3. ഓക്കെ, നമുക്കിവിടെ 3 എന്ന് എഴുതാം. അപ്പോൾ 3 × 2 6. അപ്പോൾ 6 ആണ് ഈ സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന റെക്റ്റാങ്കിൾ 7 × 12, ദാറ്റ് ഈസ് 84. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 84. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഈ ഏറ്റവും വലിയ റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി 4 ഏരിയാസ്, 4 ഏരിയാസിൻ്റെ സമ്മാണ്. ഏതെല്ലാം ഏരിയാസ്? 84, 24, 21, 6. ഇത് 4ഉം കൂടെ കൂടിയതാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, പക്ഷേ ഈ റെക്റ്റാങ്കിൾ ഏരിയ നമുക്ക് മറ്റൊരു രീതിയിലും കാണാം. സാധാരണ നമ്മൾ റെക്റ്റാങ്കിൾ ഏരിയ കാണുന്ന അതേ രീതിയിൽ തന്നെ, ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 12 + 3 ആണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ്? 7 + 2 ആണ്. ഓക്കെ, അപ്പോൾ 12 + 3 ഇൻറ്റു 7 + 2 കണ്ടാൽ വിൽ ഗെറ്റ് ദി ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിൾ ഏരിയ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 84 + 24. ഓക്കെ, +21 + 6. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ is equal to what? 12 + 3, that is length into breadth is what? 7 + 2. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നു? 12 + 3 സമ്മ് വന്നു, 7 + 2 മറ്റൊരു സമ്മ് വന്നു, ഇൻറ്റു 12 + 3 ഇൻറ്റു 7 + 2. അപ്പോൾ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്തായി? പ്രൊഡക്റ്റ് വന്നു. ഓക്കെ, അതാണ് പ്രൊഡക്റ്റ് ഓഫ് സംസ്. ഈ പ്രൊഡക്റ്റ് ഓഫ് സംസ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ ആണ്. ആ ഏരിയ എന്താണ്? 84 + 24 + 21 + 6 ആണ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇത് തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഡു മീൻസ് റൈറ്റ് ദ സെയിം, ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 84 + 24 + 21 + 6. ഇത് 4ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഏരിയ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 12 + 3 ഇൻറ്റു 7 + 2 ഈസ് ഈക്വൽ ടു വാട്ട്?
84 plus 24 plus 21 plus 6 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താണ് 84? 84നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 12 ഇൻറ്റു 7 എന്ന് എഴുതാം, പ്ലസ് 24നെ നമുക്ക് 12 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓക്കെ, 21നെ നമുക്ക് 3 ഇൻറ്റു 7 എന്ന് എഴുതാം, 6നെ നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓക്കെ, ഓരോ ഒന്നിനെയും നമുക്കിങ്ങനെ ബ്രാക്കറ്റിൽ ഇടാം. ബ്രാക്കറ്റിൽ വേണം നിർബന്ധമല്ല, പക്ഷേ നമ്മൾ ബ്രാക്കറ്റിൽ ഇടുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം മനസ്സിലാകാൻ വേണ്ടിയാണ്. 84 ഈസ് 12 ഇൻറ്റു 7, 24 ഈസ് 12 ഇൻറ്റു 2, 21 ഈസ് 3 ഇൻറ്റു 7 ആൻഡ് 6 ഈസ് 3 ഇൻറ്റു 2. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം, കമ്പയർ ചെയ്യാം. ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പം എന്ത് മനസ്സിലാവുന്നു എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ 12 പ്ലസ് 3, ഇവിടെ 7 പ്ലസ് 2. ഇവിടെ കിട്ടിയിരിക്കുന്നത് 12 ഇൻറ്റു 7, 12 ഇൻറ്റു 2, 3 ഇൻറ്റു 7, 3 ഇൻറ്റു 2. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ രണ്ട് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ രണ്ട് സമ്മിൻ്റെ പ്രൊഡക്റ്റ് കാണേണ്ടി വന്നാൽ 12 plus 3 is a sum, 7 plus 2 is sum, 12 plus 3 into 7 plus 2 means product of the sums. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. ഇവിടെ നോക്കുക, ഈ 12 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 7, പിന്നെ 12 ഇൻറ്റു 2, ദാറ്റ് മീൻസ് 12 ഇൻറ്റു 2. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻറ്റു ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ. ഓക്കെ, ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള ഫസ്റ്റ് വൺ കൊണ്ട് സെക്കൻഡ് ബ്രാക്കറ്റിലുള്ള ഫസ്റ്റ് വണ്ണിനെ സെക്കൻഡ് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് രണ്ടും കിട്ടും. പിന്നെ നോക്കാം, 3 ഇൻറ്റു 7, ദാറ്റ് ഈസ് ദിസ് വൺ. ഓക്കെ, 3 ഇൻറ്റു 2, ദാറ്റ് ഈസ് ദിസ് വൺ. അപ്പോൾ എന്ത് മനസ്സിലായി? പ്രൊഡക്റ്റ് ഓഫ് സം കാണേണ്ടി വരുമ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് വരാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള ഫസ്റ്റ് നമ്പർ കൊണ്ട് സെക്കൻഡ് ബ്രാക്കറ്റിലുള്ള ഫസ്റ്റ് വണ്ണിനെയും സെക്കൻഡ് വണ്ണിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ബ്രാക്കറ്റിലെ സെക്കൻഡ് വൺ കൊണ്ട് സെക്കൻഡ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് വണ്ണിനെയും സെക്കൻഡ് വണ്ണിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് വാട്ട്? 4 പ്രൊഡക്ട്സ് കിട്ടും. 12 ഇൻറ്റു 7, 12 ഇൻറ്റു 2, 3 ഇൻറ്റു 7, 3 ഇൻറ്റു 2, അങ്ങനെ 4 പ്രൊഡക്ട്സ് കിട്ടും. ആ എല്ലാ പ്രൊഡക്ട്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ this is a number 84, this is a number 24, this is a number 21, this is a number 6, എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? ഏരിയ. ഓക്കെ, ആ ഏരിയ നമുക്ക് നോക്കാം. ഇവിടെ 12 പ്ലസ് 3 ഈസ് വാട്ട്? 15, 7 പ്ലസ് 2 ഈസ് 9. അപ്പോൾ 15 ഇൻറ്റു 9 ആണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ 15 ഇൻറ്റു 9. ഓക്കെ, 135. 135 is the area. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത് തന്നെയാണ് കിട്ടുക. 84, 24, 21, 6. ഓക്കെ, അപ്പോൾ ഇത് 8 plus 1, 9, 9 plus 6 is 15. അപ്പോൾ 5 ആയി, 5. പിന്നെ റിമൈൻഡർ 1, 1 plus 2, 3 plus 2, 5, 5 plus 8 is 13. So we got 135. അപ്പോൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ രണ്ട് രീതിയിൽ കാണുമ്പോൾ നമുക്ക് സെയിം ആണ് കിട്ടുന്നത് അല്ലേ? അതായത് 12 പ്ലസ് 3 15, 7 പ്ലസ് 2 9, 15 ഇൻറ്റു 9 കണ്ടാൽ കിട്ടുന്നത് 135. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയാം. ഇങ്ങനെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ട് കിട്ടിയത് എന്താണ്? 84, 24, 21, 6 ഇതെല്ലാം ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? 135. ദാറ്റ് മീൻസ് ബോത്ത് ആർ സെയിം. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് സംസ് എങ്ങനെ കാണും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഐഡിയയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു റെക്റ്റാങ്കിൾ തന്ന് റെക്റ്റാങ്കിൾ ഏരിയയിൽ വരുന്ന ചേഞ്ചസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഐഡിയയിലേക്ക് വന്നിരിക്കുന്നത്. ആ ഐഡിയയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലുള്ള 1-2 എക്സാമ്പിൾസും കൂടെ ചെയ്താൽ അത് വളരെ വ്യക്തമാകും. ഓക്കെ, ഇപ്പം
10 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 80 നമുക്കറിയാം. ഓക്കെ, പക്ഷേ ഈ 10നെ നമുക്ക് വേണമെങ്കിൽ 7 + 3 എന്ന് എഴുതാം. 8നെ നമുക്ക് 6 + 2 എന്ന് എഴുതാം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ അവിടെ പഠിച്ച പോലെ ചെയ്യുകയാണെങ്കിൽ 7 × 6, ഓക്കെ, 7 × 6 പ്ലസ് 7 × 2, 7 × 2 പ്ലസ് 3 × 6, 3 × 6 പ്ലസ് 3 × 2 ഇങ്ങനെ എഴുതാം. ഓക്കെ, 7 × 6 42 പ്ലസ് 7 × 2 14 പ്ലസ് 3 × 6 18 പ്ലസ് 3 × 2 6 എന്ന് കിട്ടും. ഇനി ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കാം. 42 14 18 6, ഓക്കെ, ഇത് 20 ആവും. 2 + 1 3 + 1 4 + 4 8 80 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സം എന്താണ്? 80 ആണ്. ഇതും 80 ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഓഫ് സം കാണുക എന്നുള്ളത് നമുക്ക് അവിടുന്ന് മനസ്സിലായി. വൺ മോർ എക്സാമ്പിൾ ചെയ്തു. ഇവിടുന്ന് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഓഫ് സം കാണുക. അപ്പോൾ ഇവിടെ ഞാൻ 12 + 3 × 7 + 2 ഉപയോഗിച്ചു. ഇവിടെ എന്താണ് 7 + 3 × 6 + 2 ഉപയോഗിച്ചു. ഓക്കെ, ഇതുപോലെ ഏത് നമ്പർ വന്നാലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് നമ്പർ വന്നാലും ചെയ്യാം എന്നുള്ളതിന് ഒരു ജനറൽ ഫോം നമ്മൾ പറയേണ്ടതുണ്ട്. ആ ജനറൽ ഫോം നമ്മൾ എഴുതുന്നു. എന്താണ് ജനറൽ ഫോം? അത് ആ ടെക്സ്റ്റ് ബുക്കിലെ എത്രാമത്തെ പേജിൽ? പേജ് 74ൻ്റെ ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. എന്താണ്? x + y × u + v is equal to xu + sv plus yu plus yv for any 4 positive numbers x, y, u, v എന്നാണ്. പേജ് 74ൻ്റെ ലാസ്റ്റിൽ ബോക്സിൽ കാണുന്നതാണ് x + y × u + v. അപ്പോൾ x + y is a sum, u + v is another sum. അപ്പോൾ x + y × u + v means product of sums. Okay, that's equal to x × u, xu plus x × v, that is xv, plus y × u, yu plus y × v, yv. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ്. എങ്ങനെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണാം? ഓക്കെ, അപ്പോൾ അത് ബോക്സിൽ എഴുതി വെക്കുക, അത് പഠിക്കുക. x + y × u + v is equal to xu + xv plus yu plus yv for any 4 positive numbers x, y, u, v. ഓക്കെ, x, y, u, v എന്നിവ 4 പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ x + y × u + y എന്നുള്ള പ്രൊഡക്റ്റ് ഓഫ് സംസ് കാണാൻ എന്ത് ചെയ്താൽ മതി? xu + xv plus yu plus yv എന്ന 4 പ്രൊഡക്റ്റ് കണ്ടിട്ട് സം ഉണ്ടാവും മതി. ഇറ്റ്സ് എ പ്രൊഡക്റ്റ്, ഇറ്റ് ഈസ് അനദർ പ്രൊഡക്റ്റ്, തേർഡ് വൺ, ഫോർത്ത് വൺ. ഈ 4 പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യും. ഓക്കെ, ഇനി ആ പേജിൽ തന്നെ വേറെ 1-2 എക്സാമ്പിൾസൊക്കെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. 26 × 74ൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ കാണാം? അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഓഫ് സംസ് എന്നുള്ള ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാം. ഇപ്പോൾ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാൻ എന്തിനാ സാർ ഇത് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. ഇത് ഉപയോഗിക്കാതെ പ്രൊഡക്റ്റാണ് നമുക്കറിയാം, പക്ഷേ അങ്ങനെയും കാണാം എന്നുള്ളതാണ്. അപ്പോൾ 26 × 74 എന്നുള്ള പ്രൊഡക്റ്റ് കാണാൻ വിചാരിക്കാം. ഈ എന്താണ് പ്രൊഡക്റ്റ് ഓഫ് സംസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് x + y × u + v എന്നുള്ള ഈസ് ഈക്വൽ ടു xu + xv plus yu plus yv എന്ന് ഉപയോഗിച്ചുകൊണ്ട് കാണണം. അല്ലെ അതേ മെത്തേഡിൽ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 26നെ നമുക്ക് 2 നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാം. ഓക്കെ, 25 + 1 അല്ലെങ്കിൽ 24 + 2 എന്നൊക്കെ എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ 74നെ നമുക്ക് 73 + 1 72 + 2 എന്നൊക്കെ എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ എഴുതുമ്പോഴൊക്കെ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഈ 26നെ 20 + 6 എന്ന് എഴുതാം. 20 + 6, അതായത് 20 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്താണ് എളുപ്പമാണ്. കാരണം ദർ ഇസ് എ 0 അവസാനിക്കുന്ന നമ്പേഴ്സ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എളുപ്പമാണല്ലോ. കാരണം എന്താ,
ആ 0 മാറ്റി നിർത്തി മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എന്നിട്ട് അവസാനം 0 ഇട്ടാൽ മതി എന്നുള്ള ഒരു എളുപ്പമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 0-ൽ അവസാനിക്കുന്ന ഒരു നമ്പർ പ്ലസ് അനദർ നമ്പർ എന്നുള്ള ഫോമിലേക്ക് അതിനെ മാറ്റി എഴുതാം. അപ്പോൾ 26-നെ 20 + 6 എന്ന് എഴുതാം. ഇൻറ്റു 74-നെ 70 + 4 എന്ന് എഴുതാം. അതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 20 × 70 ഇങ്ങനെ വരും. 20 × 70 20 × 70 മൾട്ടിപ്ലൈ 2 × 7 14. എന്നിട്ട് ഈ 0-യും 0-യും 2 zeros ആഡ് ചെയ്യുക, പ്ലസ് പിന്നെ 20 × 4 2 × 4 is 8, ഒരു 0 ആഡ് ചെയ്യുക 20 പ്ലസ് അതിനുശേഷം 6 × 70 6 × 70 ആകുമ്പോൾ 6 × 7 ഓക്കെ 42, എന്നിട്ട് 0 ചേർക്കുക. ദെൻ 6 × 4 24 ഇങ്ങനെ കിട്ടും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1400 + 80 + 420 + 24 ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 4 then 12 9 1 is equal to 1924 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ സാധാ പോലെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ് 1924 ആണ്. അപ്പോൾ ഇങ്ങനെയും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച്. ഓക്കെ, അനദർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് 103 × 205. ഓക്കെ, 103 × 205. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം എന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 103 ആണ്, 205 ആണ്. അപ്പോൾ നമുക്ക് 0-ൽ അവസാനിക്കുന്ന നമ്പർ പ്ലസ് അനദർ നമ്പർ എന്നുള്ള രൂപത്തിൽ എഴുതിയാൽ മൾട്ടിപ്ലിക്കേഷൻ വിൽ ബി സോ സിമ്പിൾ. ഓക്കെ, അപ്പോൾ 103-നെ നമുക്ക് 100 + 3, മറ്റതിനെ 200 + 5 എന്ന് എഴുതാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 100 × 200. അപ്പോൾ 1 × 2 2 ആണ്, എന്നിട്ട് 4 zeros ഇടുക. ഓക്കെ, ഇങ്ങനെ 1 × 2 2, ഇവിടെ 2 zeros, ഇവിടെ 2 zeros, 4 zeros. ദെൻ 100 × 5 that is 500 പ്ലസ് ഇവിടുന്ന് 3 × 200 3 × 2 6, 2 zeros ആഡ് ചെയ്യുക, പ്ലസ് 3 × 5 15. ഓക്കെ, പിന്നെ എല്ലാം ആഡ് ചെയ്യാം. 20,000 + 500 + 600 20,100 ഉണ്ടാവും, പ്ലസ് 15. ഓക്കെ, അപ്പോൾ 20,115 എന്നുണ്ടാവും. 20 അല്ല 21,115 എന്നുണ്ടാവും. ഓക്കെ, 21,115. ഓക്കെ, വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കുക. 20,000 + 500 + 600 + 15 എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ 5, ഹിയർ 1, ഹിയർ 11, 1 2. ഓക്കെ, സോ വി ഗോട്ട് ദിസ് വൺ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി പേജ് 75-ൽ ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. ഹൗ ടു മൾട്ടിപ്ലൈ 2 numbers എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിൾസും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം. Six and half into 8 1/3 എന്നാണ്. 6 and half into 8 1/3. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക, 6 and half-നെ 6 + half എന്ന് എഴുതുക, 6 + half ഇങ്ങനെ എഴുതുക. 8 1/3 8 + 1/3 എന്ന് എഴുതുക, 8 + 1/3. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 6 × 8 6 × 1/3. അപ്പോൾ 6 × 8 48 എന്ന് കിട്ടും, പ്ലസ് 6 × 1/3. ഓക്കെ, 6 × 1/3 6 × 1/3 എത്രയാണ്? വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. നിങ്ങൾ തുടക്കമായതുകൊണ്ട് ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. അപ്പോൾ 6 × 8 പ്ലസ് 6 × 1/3 പ്ലസ് half × 8 പ്ലസ് half × 1/3 half × 1/3. അപ്പോൾ 6 × 8 48, 6 × 1/3 6 × 1/3 എന്ന് പറയുമ്പോൾ ഈ 3 കൊണ്ട് 6-നെ ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 2 കിട്ടും. 2 × 1 2i. ഓക്കെ, അതല്ലെങ്കിൽ 6 × 1 6,
by 3, 6 by 3 is equal to 2. അങ്ങനെയും എടുക്കാം. Okay, then plus half into 8. Half into 8 means 8 into half. 8 into half എത്രയാണ്? 4 ആണ്. Okay, plus 1 by 2 into 1 by 3. 1 by 2 into 1 by 3. രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ. 1 into 1, 1. Then 2 into 3, 6. Okay, so 1 by 6. 1 by 6. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഈ 1 by 6 ഒഴികെയുള്ള ബാക്കിയെല്ലാം ആഡ് ചെയ്യുക. 48 plus 2, 50. 50 plus 4, 54. 54 എന്ന് എഴുതാം. എന്നിട്ട് അതിനോട് ചേർത്ത് 1 by 6 എഴുതാം. അപ്പോൾ 54 1 by 6. ഓക്കെ, അപ്പോൾ 54 1 by 6 ആണ് അതിൻ്റെ ആൻസർ. സോ വി മൾട്ടിപ്ലൈഡ് വാട്ട്? 6 and half and 8 1 by 3. So 6 and half into 8 1 by 3, that we converted into this form. Now it is in the form x plus y into u plus v. So x plus y into u plus v is equal to xu plus xv plus yu plus yv. In that way we expanded this or multiplied this and we added all those numbers. We got 54 1 by 6. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇപ്പം ഏറ്റവും ആദ്യം എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈസ് ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി ഫോർ ഓൾ or for any 4 positive numbers x, y, u and v എന്നുള്ളത് നമ്മൾ പഠിച്ചു. How to find the product of sums. ഓക്കെ, ബാക്കി ഉള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് ഡേ.